താന്തോണിത്തുരുത്തിലേക്ക് നമ്മളൊന്ന് പോകാമെന്ന് വെച്ചു. ആ യാത്രയ്ക്കായി നമ്മുടെ കൊച്ചി പനമ്പള്ളി നഗറിൽ നിന്ന് നമ്മുടെ അലി അക്ബർ ഷാ പുറപ്പെടുകയും ചെയ്തു. പക്ഷേ അലി ഇപ്പോൾ വഴിയിൽ കുടുങ്ങി നിൽക്കുകയാണ്. വള്ളമില്ലാത്തതാണ് പ്രശ്നം. താന്തോണിത്തുരുത്തുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊന്നും അലി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിങ്. അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ചാൽ ഉടൻ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അതുകൂടി മാറേണ്ടതുണ്ടല്ലേ ബണ്ട് റോഡ് വരുന്നതിനൊപ്പം? ഗുഡ് ഈവനിങ് സുജിയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ താന്തോണിത്തുരുത്തിലേക്ക് പോകണമെങ്കിൽ ആകെയുള്ള ആശ്രയമായ ജിഡ ഓഫീസിന്റെ പരിസരത്തുള്ള തോണികൾ വള്ളം വന്ന് നിൽക്കുന്ന തുരുത്തിലാണ്. ഈ ഭാഗത്തുനിന്നും വള്ളത്തിൽ കയറി വേണം അപ്പുറത്തുള്ള, അതായത് ഈ കായലിന്റെ മറുകരയിലുള്ള താന്തോണിത്തുരുത്തിലേക്ക് പോകാൻ. നമ്മൾ അന്ന് അവിടുത്തെ ദയനീയാവസ്ഥയുടെ ദൃശ്യങ്ങൾ നേരിട്ട് താന്തോണിത്തുരുത്തിൽ പോയി തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. രാത്രികാലങ്ങളിൽ ഈ വേലിയേറ്റം കൊണ്ട് വീട്ടിൽ വെള്ളം കയറി നിറയുകയും ചെളി അടിച്ചു കയറുകയും ചെയ്യുമ്പോൾ ജീവനിൽ ഭയന്ന് ചെറിയ കുട്ടികളും പ്രായമായവരെയും ഉൾപ്പെടെ എടുത്തുകൊണ്ട് ഈ വള്ളങ്ങളിൽ താന്തോണിത്തുരുത്തിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരും. ഈ കായൽ കടന്ന് ഇപ്പുറം വന്ന് ജിഡ ഓഫീസിൽ ഉറക്കമില്ലാതെ രാവ് വെളുപ്പിക്കുന്ന ഗതികേടിലായിരുന്നു അന്ന് ആ മനുഷ്യരുണ്ടായിരുന്നത്. അന്ന് പരീക്ഷയുള്ള കുട്ടികൾ ഈ ഓഫീസിന് മുന്നിൽ ഉറങ്ങാതെ ഇരുന്ന് പുസ്തകം വായിക്കുന്നതും പഠിക്കുന്നതും ആ ദൃശ്യങ്ങൾ വളരെ ദയനീയമായിരുന്നു. നമ്മളത് അന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചതുമാണ്. ആ പ്രശ്നത്തിനാണ് ഇപ്പോൾ ഒരു പരിഹാരമാകാൻ പോകുന്നത്. 5 മീറ്റർ വീതിയുള്ള ബണ്ട് റോഡായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ആ നിലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ജിഡയുടെ ഇടപെടലും. പക്ഷേ തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി കിട്ടാതെ വന്നതോടുകൂടിയാണ് ഇതിങ്ങനെ ഒരു കുരുക്കിൽ കുടുങ്ങിക്കിടന്നത്. പിന്നീട് അന്നത്തെ ആ സമരം, തുറന്ന സമരത്തിലേക്ക് താന്തോണിത്തുരുത്തിലെ ജനങ്ങൾ എത്തിയതോടുകൂടിയാണ് വീണ്ടും ഒരു ചർച്ച ചേരുന്നതും ഒരു ചർച്ചയ്ക്ക് ശേഷം പുതിയ നിർദ്ദേശങ്ങൾ ജിഡ സമർപ്പിക്കുന്നതും. അതിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. 3 മീറ്റർ വീതിയുള്ള ബണ്ട് റോഡാണ് നിലവിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ആംബുലൻസ് കടന്നു പോകാനുള്ള സൗകര്യത്തോട് കൂടിയ ബണ്ട് റോഡ് എന്നതാണ്. അവിടെ ഒരാൾ മരിച്ചാൽ ആ മരിച്ച മനുഷ്യന്റെ മൃതദേഹം ഇതുപോലെ 2 വള്ളങ്ങൾ അടുപ്പിച്ചു വെച്ച് അതിൽ കെട്ടിവലിച്ചു വേണമായിരുന്നു ഇവിടേക്ക് എത്തിക്കാൻ. അത്രയും ദയനീയാവസ്ഥയിൽ കഴിഞ്ഞ മനുഷ്യരുടെ പതിറ്റാണ്ട് പഴക്കമുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. നമുക്കിവിടെ നിന്നും കടന്ന് അവരുടെ അടുത്തേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് നമ്മളോട് സംസാരിക്കാൻ നമുക്ക് അവരിലേക്ക് എത്താം. അലി, വള്ളം എത്തട്ടെ. വള്ളം എത്താൻ അലി കാത്തു നിൽക്കുമ്പോൾ ആ വള്ളം എത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ആ വള്ളത്തിൽ കയറി താന്തോണിത്തുരുത്തിലേക്ക് പോയി അവരെ ഈ വാർത്ത അറിയിച്ചാലേ നമ്മൾ ഇതിൽ നടത്തുന്ന ഇടപെടലുകൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് വീണ്ടും അലിയെ കണ്ടുമുട്ടുമ്പോൾ താന്തോണിത്തുരുത്തിലേക്ക് തോണി തുഴഞ്ഞെത്തുന്ന അലിയെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.